Hi friends, welcome back to my channel, Sims Nurses Corner. As we know, നമ്മളിവിടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞാണല്ലോ, ജാനുവരി 30th ആണ്. ഇനി 98 ഡേയ്സ് റിമൈനിങ് ഉള്ളൂ. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം മാർക്ക് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് പാർട്ട് 12 ആണ് ചെയ്യുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ പാർട്ടിലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. Question number 181. Early neonate is a baby up to what age? Option A 0 to 3 days. Option B 0 to 7 days. Option C 0 to 14 days. Option D 0 to 21 days. So right answer is option B 0 to 7 days. Okay. Early neonate means 0 to 7 days. ഇനി നമുക്ക് ബാക്കിയുള്ള ഏജ് ഗ്രൂപ്പ് കൂടെ നോക്കി പോകാം. ഫസ്റ്റ് ന്യൂ ബോൺ 0 days to 1 month അല്ലെങ്കിൽ 28 days. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു പോവാം. ഇൻഫൻറ്റ് 1 month to 1 year. ടോഡ്ലർ 1 to 3 year. Preschool 3 to 6 year. School age 6 to 12 year. Adolescent 12 to 13 years or 12 to 18 years or 13 to 18 years. Okay. Question number 182. The enlargement of right ventricle secondary to impairment of pulmonary circulation is option A cachexia, option B cardiac tamponade, option C cor pulmonale, option D CCF. So right answer is option C cor pulmonale. Okay. കോർ പൾമണയിൽ നമുക്ക് പേര് പോലെ തന്നെ അറിയാം, ബോത്ത് ലങ്സ് ആൻഡ് ഹാർട്ടാണ്, രണ്ടും എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കോർ പൾമണയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാനത് എന്താണെന്ന് ബ്രീഫ് വരാം. നമ്മുടെ ലങ്സിന് എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉള്ളതുകൊണ്ട് ലങ്സിൻ്റെ പ്രഷർ കൂടും. അപ്പോൾ നമുക്കറിയാം റൈറ്റ് വെൻട്രിക്കിൾ എന്നുള്ള ബ്ലഡ് പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തി പ്യൂരിഫൈ ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ലങ്സിൽ പ്രഷർ കൂടുമ്പോൾ നമ്മൾ ബ്ലഡ് സപ്ലൈ അങ്ങോട്ട് ലങ്സിലേക്ക് ചെല്ലില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ റൈറ്റ് സൈഡ് എൻലാർജ് ചെയ്ത് ഡയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റൈറ്റ് വെൻട്രിക്കുലർ ഡയലേഷൻ ഉണ്ടാവും, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവും, വെൻട്രിക്കിളിൻ്റെ സൈസ് ഇൻക്രീസ് ആവും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കോർ പൾമണയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കോസസ് എന്താണെന്നൊക്കെ നോക്കാം. ക്രോണിക് ഡിസീസ് എന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഏതൊക്കെയാണ്? COPD, പൾമണറി എംബോളിസം, പൾമണറി ഫൈബ്രോസിസ്, സ്ലീപ്പ് അപ്നിയ, മയസ്തീനിയ ഗ്രേവിസ്, പോളിയോമൈലൈറ്റിസ്, ഇത്തരം കണ്ടീഷൻസും ഉണ്ട്. പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിട്ട് റൈറ്റ് വെൻട്രിക്കുലർ ഡയലേഷൻ ഉണ്ടാവും, അങ്ങനെ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവും. ഇതാണ് കോർ പൾമണയിൽ എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, നമുക്ക് രണ്ട് ടേംസ് ആണ്. കക്കക്സിയ എന്താണ്? സിവിയർ മസിൽ വേസ്റ്റിങ്ങിനാണ് കക്കക്സിയ എന്ന് പറയുന്നത്. അതായത് ചില ക്രോണിക് കണ്ടീഷൻസ്, എയ്ഡ്സ്, TB, COPD അതുപോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് സിവിയർ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് കക്കക്സിയ എന്ന് പറയുന്നത്. ഇനി കാർഡിയാക് ടാമ്പോനേഡ്, ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ജസ്റ്റ് പറയാം. നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും, അതായത് പെരികാർഡിയൽ എഫ്യൂഷൻ അതുപോലെയുള്ള ഡിസീസ് കൊണ്ട് ഹാർട്ടിൻ്റെ മസിൽസിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഹാർട്ട് ഡയലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, പമ്പിങ്ങും കുറയും. ആ ഒരു കണ്ടീഷനാണ് കാർഡിയാക് ടാമ്പോനേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 183. The anti-atherosclerotic lipoprotein. Option A LDL, option B HDL, option C VLDL, option D chylomicrons. So right answer is option B HDL. Okay. HDL നമുക്കറിയാം, HDL എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. ആൻറ്റി-അതെറോസ്ക്ലെറോട്ടിക് ലിപ്പോപ്രോട്ടീൻ എന്നാണ് HDL എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നോർമൽ ലെവൽസ് എന്തൊക്കെയാണെന്ന് നോക്കി പോകാം. ടോട്ടൽ കൊളസ്ട്രോൾ വാല്യൂ ലെസ് ദാൻ 200 mg/dL, 150 to 200 ആണ് പറയുന്നത്. ഓക്കെ, LDL അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ, ഇത് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ബാഡ് കൊളസ്ട്രോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ LDL ആണ്, അത് ലെസ് ദാൻ 100 mg/dL ആണ്. HDL ഗുഡ് കൊളസ്ട്രോൾ, അതും ക്വസ്റ്റ്യൻ ആണ്, ഗ്രേറ്റർ ദാൻ 40 mg/dL ആണ്. ഓക്കെ, ട്രൈഗ്ലിസറൈഡ് ലെസ് ദാൻ 150 mg/dL. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതാണ് കറക്റ്റ് വാല്യൂ കിട്ടുന്നത്. എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് വേണമെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 8 hours മിനിമം വേണം. ഓക്കെ, ഇനി ഇതിനകത്തൊരു ടേമാണ് കൈലോമൈക്രോൺസ്. നമുക്ക് കൈലോമൈക്രോൺസ് എന്താ നോക്കാം. സ്മോൾ ഫാറ്റ് ഗ്ലോബ്യൂൾ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 184. Which of the following vein is commonly used in coronary artery bypass grafting? Option A femoral, option B greater saphenous, option C popliteal, option D brachial. So right answer is
ഓപ്ഷൻ ബി ഗ്രേറ്റർ സഫീനസ്. ഓക്കെ, അതുപോലെ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടറിയാണ് ഇന്റേണൽ മാമറി ആർട്ടറി. അത് നമുക്ക് ലെങ്ത് കുറവായതുകൊണ്ട് റെയർ കേസിൽ യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേറ്റർ സഫീനസ് വെയിൻ ആണ്. Question number 185. Vasoconstrictive response causing ischemia from exposure to cold and stress. Option A Raynaud's disease. Option B aneurysm. Option C Buerger's disease. Option D none of these. So right answer is option A Raynaud's disease. Okay. ഈ ഓപ്ഷൻസിലുള്ള ടേം അന്യൂറിസം. അന്യൂറിസം നമുക്ക് എല്ലാവർക്കും അറിയാം, റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ആണ് അന്യൂറിസം. ഇനി ബർഗേഴ്സ് ഡിസീസ്, നമുക്ക് റൈനോഡ്സ് ഡിസീസും ബർഗേഴ്സ് ഡിസീസും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, റൈനോഡ്സ് ഡിസീസ് നമുക്ക് യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആഫ്റ്റർ ബാത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഫിംഗർ ടിപ്സൊക്കെ നല്ല ഇങ്ങനെ കൺസ്ട്രക്റ്റഡ് ആയിട്ടിരിക്കില്ലേ, ആ ഒരു അവസ്ഥയാണ് റൈനോഡ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ സീരിയസ് ആകുമ്പോൾ ഡിസീസ് ആവും, അല്ലെങ്കിൽ നമുക്ക് യൂഷ്വലി അത് റൈനോഡ്സ് ഡിസീസ് അത്രയും സീരിയസ് അല്ല. ബർഗേഴ്സ് ഡിസീസ് വെച്ച് നോക്കുമ്പോൾ റൈനോഡ്സ് ഡിസീസ് അത്ര സീരിയസ് അല്ല. എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് മൂന്ന് എപ്പിസോഡായിട്ട് ഫസ്റ്റ് പെയിൽ കളറാവും, അതായത് ബ്ലഡ് സപ്ലൈ ലാക്ക് ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റിമുലൈ, അതായത് കോൾഡ് അല്ലെങ്കിൽ സ്ട്രെസ്, ഈ ഒരു സമയത്ത് ബ്ലഡ് സപ്ലൈ റെഡ്യൂസ് ആയിട്ട് പെയിൽ കളറാവും, വൈറ്റ് കളറാവും. അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റനറ്റിലേക്കുള്ള മാക്സിമം ഡയലേഷൻ, ബ്ലഡ് വെസൽസ് മാക്സിമം ഡയലേറ്റ് ചെയ്ത് സർക്കുലേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്ന ആ സമയത്ത് ഒരു ബ്ലൂ കളർ ഡിസ്കളറേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റെഡ് കളറിലേക്ക് തന്നെ ചേഞ്ച് ആവും, അതായത് ബ്ലഡ് സപ്ലൈ എത്തിയതിന് ശേഷം റെഡ് കളർ നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥ. ഓക്കെ, ഇനി ബർഗേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്രോണിക് ഡിസീസാണ്. അതെന്ന് വെച്ചാൽ അതിന് അതർ നെയിം ത്രോംബോ ആൻജൈനോ ഒബ്ലിറ്ററൻസ്. ഓക്കെ, TAO എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൽ എൻഡിൽ, അതായത് ഒരു ത്രോംബസ് അല്ലെങ്കിൽ ക്ലോട്ട് എന്തെങ്കിലും വന്നിട്ട് ഡിസ്റ്റൽ എൻഡിലേക്കുള്ള ബ്ലഡ് സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നൊരവസ്ഥയാണ്. അത് ആ സമയത്ത് നെക്രോസിസ് അല്ലെങ്കിൽ ഗാംഗ്രീൻ, നമ്മൾ ചില പേഷ്യൻസിൻ്റെ ഫിംഗർ ടിപ്പ്, കയ്യിലെ ഫിംഗർ ടിപ്പ്, അതുപോലെ തന്നെ ലെഗിൻ്റെ ഫിംഗർ ടിപ്പിലൊക്കെ ഇങ്ങനെ ഗാംഗ്രീൻ പോലെ ഇരിക്കുന്നത് കാണാം. അത് ഈ ഒരു ബർഗേഴ്സ് ഡിസീസാണ്. ഓക്കെ, ഇൻഫീരിയർ വാൾ MI, പോസ്റ്റീരിയർ വാൾ MI, റൈറ്റ് കൊറോണറി ആർട്ടറി, AWMI ലെഫ്റ്റ് anterior descending artery. It is also known as widow making artery. Left lateral wall MI, left circumflex artery. ഇനി നമുക്ക് വെസൽസ്, നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, വെസൽസ് യൂസ്ഡ് ഫോർ CABG, ഇന്റേണൽ മാമറി ആർട്ടറി, അത് ലെസ് യൂസിംഗ് ആണ്, ഗ്രേറ്റർ സഫീനസ് വെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 187. Drugs suggested for patient with atrial fibrillation. Option A antihypertensives, option B anticoagulants, option C antipyretics, option D nitroglycerin. So right answer is option B anticoagulants. Why? നമുക്ക് ഏട്രിയൽ ഫിബ്രിലേഷൻ ആകുമ്പോൾ ഇൻകംപ്ലീറ്റ് കൺട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. എപ്പോഴും ഇങ്ങനെ ഏട്രിയൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഏട്രിയത്തിൽ ബ്ലഡ് പൂൾ ചെയ്യുന്ന സമയത്ത് ക്ലോട്ട് ഫോർമേഷനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ ആൻറ്റികോയാഗുലൻസ് സപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡ്രഗ് സ്റ്റെൻഡ് ഇട്ട പേഷ്യൻറ്റിൽ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് സ്റ്റെൻഡ് ഇട്ട പേഷ്യൻറ്റിന് നമ്മൾ ഏത് ഡ്രഗാണ് കൊടുക്കുന്നത്? ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കുന്നത് ആസ്പിരിൻ ആണ്. ഓക്കെ, ആസ്പിരിൻ ഡ്രഗാണ് കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെൻറ്റിൻ്റെ അവിടെ ഫർദർ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആസ്പിരിൻ കൊടുക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 188. Which of the following medicine is discontinued 12 hours before coronary artery bypass grafting intervention? Option A aspirin, option B diuretics, option C digoxin, option D anticoagulants. So right answer is option C digoxin. Okay, നമുക്ക് അതർ ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഡയൂററ്റിക്സ്, 2 to 3 days ബിഫോർ സർജറി ഹോൾഡ് ചെയ്യണം. ഡിജോക്സിൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞതാണ്, 12 hours ബിഫോർ സർജറി. ആസ്പിരിൻ 1 week ബിഫോർ സർജറി. ഓക്കെ, ഡയൂററ്റിക്സ് 2 to 3 days ബിഫോർ സർജറി, ഡിജോക്സിൻ 12 hours ബിഫോർ സർജറി, ആസ്പിരിൻ 1 week ബിഫോർ സർജറി. നിങ്ങൾ കൂടെ പഠിച്ചു പോകണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 189. Which of the following is prescribed for ventricular fibrillation? Option A lidocaine, option B cardioversion, option C defibrillation, option D digoxin.
So right answer is option C, defibrillation. നമുക്ക് ഡീഫിബ്രിലേഷൻ കാർഡിയോവേഷൻ ഒക്കെ എന്താണെന്ന് നോക്കാം. ഏതിനൊക്കെയാണ് കൊടുക്കുന്നത് നോക്കാം. ഡീഫിബ്രിലേഷൻ നമ്മൾ വെൻട്രിക്കുലർ പൾസിലസ് വെർട്ടിക്കുലർ ടക്കികാർഡിയം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ VF ആൻഡ് VTക്കാണ് ഡീഫിബ്രിലേഷൻ കൊടുക്കുന്നത്. ഈ ഡീഫിബ്രിലേഷൻ നമ്മൾ എപ്പോഴും സഡൻ ആയിട്ട് കൊടുക്കുന്നത്, അതായത് പേഷ്യൻ്റ് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നതാണ് ഡീഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അതായത് അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക പൾസിലസ് വെൻട്രിക്കുലർ ടക്കികാർഡിയ അല്ലെങ്കിൽ അതിനെയാണ് ഡീഫിബ്രിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, VF അല്ലെങ്കിൽ VT. ഈ കാർഡിയോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നമ്മൾ പേഷ്യൻ്റ് ഡ്രഗൊക്കെ ഹോൾഡ് ചെയ്ത് സെഡേഷനൊക്കെ വേണ്ട പേഷ്യൻ്റ് സെഡേഷനൊക്കെ കൊടുത്ത് ചെയ്യുന്നതാണ് കാർഡിയോവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയോവേഷൻ എന്തിനാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രിക്കുലർ ടക്കികാർഡിയ വിത്ത് പൾസ് ആൻഡ് സൈൻസ് ഓഫ് ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, VT വിത്ത് പൾസിന് കാർഡിയോവേഷൻ, VT വിത്തൗട്ട് പൾസിന് ഡീഫിബ്രിലേഷൻ. ഓക്കെ, ഇത് കാർഡിയോവേഷൻ നമ്മൾ R-വേവുമായിട്ട് സിങ്ക്രോണൈസ്, അതായത് R-വേവ് ECG വഴി R-വേവ് മോണിറ്റർ ചെയ്തിട്ട് R-വേവിനോട് സിങ്ക്രോണൈസ് ചെയ്താണ് നമ്മൾ കാർഡിയോവേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കാർഡിയോവേഷന് മുമ്പ് നമ്മൾ ഡിജോസിൻ ടാബ്ലറ്റ് ഹോൾഡ് ചെയ്യും, പോസ്റ്റ് വെൻട്രിക്കുലർ ഇറിറ്റബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി SVT സുപ്രാ വെൻട്രിക്കുലർ ടക്കികാർഡിയ ക്യാൻ ബി കറക്റ്റഡ് വിത്ത് വാഗൽ മാനുവേഴ്സ്. ഓക്കെ, വാഗൽ മാനുവേഴ്സ് മീൻസ് നമ്മൾ വാഗസ് നെർവിനെ ഇവിടെയാണ് നെക്ക് റീജിയനിൽ, അവിടെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന ഹാർട്ട് റേറ്റ് കൂടുന്ന അവസ്ഥ, ഹാർട്ട് റേറ്റിനെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെൻട്രിക്കുലർ ടക്കികാർഡിയുള്ള പേഷ്യൻറ്റിനോട് നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ ഡീപ്പ് ബ്രീതിങ് ആൻഡ് കഫിങ് എക്സസൈസ് എടുക്കാൻ പറയും. അതെന്തിനാണ്? വാഗൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയിട്ട് ഹാർട്ട് റേറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 190. ടൈപ്പ് ഓഫ് പെയിൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ടിപ്പിക്കൽ MI. Option A, squeezing and crushing pain. Option B, stabbing pain. Option C, burning pain. Option D, all. So right answer is option A, squeezing and crushing pain. Okay, any other pains ഏതൊക്കെ നോക്കാം. Stabbing pain for pleuritis. Pleuritis means inflammation of pleural cavity. Okay, stabbing pain. Burning pain, gastric ulcer. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. Stabbing pain for pleuritis, burning pain for gastric ulcer and squeezing and crushing pain for MI. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. Squeezing and crushing pain for MI. Okay. Question number 191. Lung sounds present in left-sided heart failure. Option A, wheezing. Option B, rails. Option C, crackles. Option D, stridor. So right answer is option C, crackles. Why? ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൽ നമ്മൾ എപ്പോഴും പൾമണറി എഡിമ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ പൾമണറി എഡിമ കാരണമാണ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നത്. സോ ക്രാക്കിൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൾമണറി എഡിമയിൽ ഏത് ലങ് സൗണ്ട് ആണെന്ന് ചോദിച്ചാലും ക്രാക്കിൾസ് ആണ്. ഓക്കെ, ഇനി വേറെ ടൈമാണ് പൾസസ് പാരഡോക്സസ്. അതായത് നമ്മൾ ഇൻസ്പിറേഷൻ്റെ സമയത്ത് പേഷ്യൻ്റ് സിസ്റ്റോളിക് ബി പി 10 millimeter of HG-യേക്കാളും കൂടുതൽ ഡൗൺ ആവുന്നൊരവസ്ഥ. എ fall in systolic BP more than 10 millimeter of Hg during inspiration. ഇതിനെയാണ് പൾസസ് പാരഡോക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, പൾസ് ഡെഫിസിറ്റ് എന്താണ്? എപ്പിക്കൽ പൾസും റേഡിയൽ പൾസും ആയിട്ടുള്ള ഡിഫറൻസിനാണ് പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പൾസ് പ്രഷർ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് BP. ഇതിനെയാണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്. Question number 192. Third heart sound, ventricular gallop is seen in all except. Option A, mitral stenosis. Option B, left ventricular failure. Option C, constrictive pericarditis. Option D, athletes. So right answer is option C, constrictive pericarditis. ഓക്കെ, ഇനി നമുക്ക് S3 ആർക്കാണൊക്കെയാണെന്ന് നോക്കാം. സോറി, S3യുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. S3 എന്തുകൊണ്ടാണ് S3 കേൾക്കുന്നത്? നമ്മുടെ ഈ നോർമൽ പേഷ്യൻസിനല്ല, നോർമൽ പേഴ്സണിനേക്കാളും റാപ്പിഡ് ഫില്ലിംഗ് ഉണ്ടാവും S3 കേൾക്കുന്നത്. അതായത് അത്ലറ്റ്സിന് അതുപോലെ LVF ഒക്കെ ഉള്ള പേഷ്യൻ്റ് നോർമൽ പേഴ്സണിനേക്കാളും റാപ്പിഡ് ഫില്ലിംഗ് ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് ഹാർട്ട് സൗണ്ടാണ് S3. അതായത് S2 കേട്ട് ജസ്റ്റ് ആഫ്റ്റർ തന്നെ കേൾക്കുന്ന ഒരു സൗണ്ടാണ് S3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി S4 ആർക്കാണ് കേൾക്കുന്നതെന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻ്റാണ് S4 സൗണ്ട് കേൾക്കുന്നത്.
ഓക്കെ. ഇനി സിംഗിൾ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് കേൾക്കുന്നത് ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ് ഉള്ള പേഷ്യൻസിനാണ് സിംഗിൾ ഹാർട്ട് സൗണ്ട്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ ഹാർട്ട് സൗണ്ട്. ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻ്റ് S4 കേൾക്കും, അതും ക്വസ്റ്റ്യൻ ആണ്. Question number 193. All of the following precipitate digitalis toxicity except option A hypocalcemia, option B hypokalemia, option C hypomagnesemia, option D hypothyroidism. So right answer is option A hypocalcemia. Okay. ഡിജിറ്റാലിസ് ടാബ്ലറ്റ് ഏതാണ്? ഡിജോക്സിൻ്റെ ഒരു അതർ ഫോമാണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. ഇത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് അരിത്മിയാസിനൊക്കെ കൊടുക്കും. ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്നാണ് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ത്രൂ ഔട്ട് യുവർ ബോഡി ആൻഡ് റിഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ദ ഡിസ്റ്റൽ ഏരിയാസ്. ഓക്കെ. ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്തിട്ട് ഡിസ്റ്റൽ ഏരിയാസിലെ സ്വെല്ലിംഗ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഡിജോക്സിനുള്ള ഡിജിറ്റാലിസിൻ്റെ ആക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 194. In acute IWMI, best treatment modality. Option A IV fluids, option B digoxin, option C diuretics, option D vasodilators. So right answer is option A IV fluids. Okay. Why? IWMAയിൽ നമുക്ക് ഷോക്കിനുള്ള റിസ്ക് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് IWMAയിൽ IV fluids കൊടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ IWMA ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൈറ്റ് കൊറോണറി ആർട്ടറിയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി AWMAയിൽ അവോയ്ഡ് IV ഫ്ലൂയിഡ്സ് ആണ്, അതായത് റിസ്ക് ഓഫ് പൾമനറി എഡിമയുണ്ട്, അതുകൊണ്ട് IV ഫ്ലൂയിഡ്സ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ. IWMAക്ക് IV ഫ്ലൂയിഡ്സ് വേണം. IWI ഓർത്ത് വെച്ചിരുന്നാൽ മതി. IV ഫ്ലൂയിഡ്സ് വേണം. AWMAക്ക് IV ഫ്ലൂയിഡ്സ് അവോയ്ഡ് ചെയ്യണം. AWMA ഏതാണ്? ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി അല്ലെങ്കിൽ വിഡോ മേക്കിംഗ് ആർട്ടറി. ഓക്കെ. Question number 195. Egg on string appearance on chest X-ray is seen in option A tetralogy of Fallot, option B mitral regurgitation, option C constrictive pericarditis, option D transposition of great vessels. So right answer is option D transposition of great vessels. Okay. അതുപോലെ തന്നെ ഇത് എഗ് ഓൺ സ്ട്രിങ് ചെസ്റ്റ് എക്സ്റേ, അതുപോലെ തന്നെ എക്സ്റേ വിഷ്വലൈസേഷൻ ഉള്ള 2-3 കണ്ടീഷൻ ഇവിടെ ഉണ്ട്. ഇമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ടെട്രലോജി ഓഫ് ഫാലറ്റിന് ഫിഗർ ഓഫ് 8 ടോട്ടൽ അനോമലസ് പൾമനറി വീനസ് കണക്ഷൻ, വാട്ടർ ബോട്ടിൽ സൈൻ, പെരികാർഡിയൽ എഫ്യൂഷൻ. ജസ്റ്റ് ഇമേജ് കാണിച്ചു മനസ്സിലാവും. കണ്ടോ? എഗ് ഓൺ സ്ട്രിങ് ഇതുപോലെ എഗ് ഒരു സ്ട്രിങ്ങിനകത്ത് ഹാൻഡ് ചെയ്തിട്ടിരിക്കുന്ന കണക്ക്, അത് ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ് ആണ്. ഇനി ബൂട്ട് ഷേപ്പ് ഉണ്ടോ? എക്സ്റേയിൽ ഒരു ബൂട്ട് ഷേപ്പ് ഉണ്ടോ? ഇത് ടെട്രോളജി ഓഫ് ഫാലറ്റ് ഒരു സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. ഓക്കെ. സൈനോട്ടിക് ASD VSD എസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. ഇനി ടെട്രോളജി ഓഫ് ഫാലറ്റ് ഉള്ള ചൈൽഡിന് നമ്മൾ സ്ക്വാട്ടിംഗ് പൊസിഷനാണ് കൊടുക്കുന്നത്. ഓക്കെ. സ്ക്വാട്ടിംഗ് പൊസിഷൻ കൊടുക്കും. എന്തിന്? പൾമനറി റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് ബ്ലഡ് ഫ്ലോ ഹാർട്ടിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സിംഗ് ഓഫ് പ്യുവർ ആൻഡ് ഇംപ്യൂർ ബ്ലഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൾമനറി അല്ല, പെരിഫറൽ റെസിസ്റ്റൻസ്. സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹാർട്ടിലേക്ക് തിരിച്ചുള്ള ബ്ലഡ് സപ്ലൈ റെഡ്യൂസ് ചെയ്തിട്ട് മിക്സിങ് കുറയ്ക്കാൻ സാധിക്കും. അതിനാണ് സ്ക്വാട്ടിംഗ് പൊസിഷൻ കൊടുക്കുന്നത്. ഫിഗർ ഓഫ് 8 ടോട്ടൽ അനോമലസ് പൾമനറി വീനസ് കണക്ഷൻ. ഓക്കെ. ഇതുണ്ടോ? 8 ടോട്ടൽ അനോമലസ് പൾമനറി വീനസ് കണക്ഷൻ. ഇനി വാട്ടർ ബോട്ടിലിൻ്റെ ഷേപ്പ് ഉണ്ടോ? ഇത് പെരികാർഡിയൽ എഫ്യൂഷൻ. ഓക്കെ. Question number 196. Drug of choice in hypertrophic cardiomyopathy. Option A propranolol, option B verapamil, option C digoxin, option D amiodarone. So right answer is option C digoxin. Sorry. Rational എന്താണ്? നമുക്കറിയാം ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിൽസിന് സൈസ് കൂടുന്നു. ഓക്കെ. സൈസ് കൂടുമ്പോൾ കാർഡിയാക് ഡിമാൻഡ്, അതായത് ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഹാർട്ട് എത്രത്തോളം പമ്പ് ചെയ്യുന്നു അത്രത്തോളം ഹാർട്ടിൻ്റെ മസിൽസിന് ഓക്സിജൻ ഡിമാൻഡും കൂടുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയ്ക്കുമ്പോൾ ഓക്സിജൻ ഡിമാൻഡ് കുറച്ച് മതി. അപ്പോൾ ഈ ഡിജോക്സിൻ ടാബ്ലറ്റ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, ഹാർട്ടിൻ്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ഓക്സിജൻ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തിട്ട് MI അല്ലെങ്കിൽ ആൻജിന പോലുള്ള പെയിൻ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. Question number 197.
Therapeutic agent used for malignant hypertension. Option A hydralazine, option B captopril, option C propranolol, option D clonidine. So right answer is option D clonidine. What is malignant hypertension? Malignant hypertension എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ, അതായത് ബി പി എലിവേറ്റ് ആയി നിൽക്കും. അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല, ടാബ്ലറ്റ് ഒന്നുകൊണ്ടും ക്യൂർ ചെയ്യാൻ പറ്റില്ല. അതായത് എൻ്റെ ഡിസീസാണ്. മൾട്ടിപ്പിൾ ഓർഗൻ ഡിസ്ഫങ്ഷൻ വന്നത് കാരണം ബി പി എലിവേറ്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വിത്ത് പുവർ പ്രോഗ്നോസിസ്. ആ ഒരു കണ്ടീഷനാണ് മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതിന് ക്ലോണിഡിനാണ് ഡ്രഗ് ചോയ്സ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 198. ഡ്രഗ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ടൈപ്പ് 1 DM. ഓപ്ഷൻ എ മീഥൈൽ ഡോപ്പ, ഓപ്ഷൻ ബി ക്യാപ്റ്റോപ്രിൽ, ഓപ്ഷൻ സി പ്രൊപ്പനലോൾ, ഓപ്ഷൻ ഡി ക്ലോണിഡിൻ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രൊപ്പനലോൾ. ഓക്കെ. വൈ? പ്രൊപ്പനലോളിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ടൈപ്പ് 1 DM ഉള്ള പേഷ്യൻറ്റ് പ്രൊപ്പനലോൾ എടുത്താൽ ഹൈപ്പോഗ്ലൈസീമിക്കുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ. ഇനി 2-3 ഡ്രഗ്സ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ട് 2-3 ഡ്രഗ്സുകൾ നോക്കാം. പ്രഗ്നൻസിയുടെ സമയത്ത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൻറ്റി ഹൈപ്പർടെൻസീവ് ACE ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ. ACE ഇൻഹിബിറ്റേഴ്സ്. മെറ്റ്ഫോമിൻ ടു ബി ഹോൾഡ് പ്രയർ ടു കാർഡിയാക് കാത്തീറ്ററൈസേഷൻ. എന്തിനാണ്? കാർഡിയാക് കാത്തീറ്ററൈസേഷൻ സമയത്ത് നമ്മൾ ഡൈ ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ മെറ്റ്ഫോമിനും ആ ഡൈയും കോൺട്രാസ്റ്റും കൂടെ ചേരുമ്പോൾ ലാക്റ്റിക് എസിഡോസ് ഉണ്ടാക്കി ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെറ്റ്ഫോമിൻ അവോയ്ഡ് ചെയ്യണം. Question number 199. Cobweb appearance of CSF indicate. Option A bacterial meningitis, option B viral meningitis, option C TB meningitis, option D encephalitis. So right answer is option C TB meningitis. Okay. Cobweb appearance ഓർത്തിരിക്കുക, TB meningitis. അതുപോലെ CSFന്റെ appearance 2-3 കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലിയർ CSF, നോർമൽ ആൻഡ് ഓർ വൈറൽ meningitis. Okay. Turbid CSF bacterial meningitis. Dark red SAH or subarachnoid hemorrhage. Bright red traumatic LP. Okay. Cobweb TB meningitis, ക്ലിയർ ആയിട്ടുള്ളത് നോർമൽ അല്ലെങ്കിൽ വൈറൽ meningitis, ടർബിഡ് ബാക്ടീരിയൽ meningitis, ഡാർക്ക് റെഡ് SAH, ബ്രൈറ്റ് റെഡ് ട്രോമാറ്റിക് LP. Okay. Question number 200. Drug to be held before contrast based procedure. Option A paracetamol, option B aspirin, option C metformin, option D eptoin. So right answer is ഓപ്ഷൻ സി മെറ്റ്ഫോമിൻ. അത് നമ്മൾ നേരത്തെ കാർഡിയാക് കാത്തീറ്ററൈസേഷൻ്റെ കാര്യം പറഞ്ഞത് സെയിം കണ്ടീഷൻ തന്നെ. കോൺട്രാസ്റ്റിൽ നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് മെറ്റ്ഫോമിനും കോൺട്രാസ്റ്റും കൂടെ ചേർന്നിട്ട് ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കോൺട്രാസ്റ്റിന് മുമ്പേ നമ്മൾ പേഷ്യൻ്റ് RFT ചെക്ക് ചെയ്തിരിക്കണം. എന്തിനാണ്? ഈ കോൺട്രാസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് കിഡ്നി വഴി അല്ലെങ്കിൽ യൂറിൻ വഴിയാണ്. RFT ചെക്ക് ചെയ്ത് നമ്മൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യും. ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ ക്രിയാറ്റിൻ കൂടുതലാണെങ്കിൽ ഈ ഡൈ എലിമിനേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ പേഷ്യൻറ്റിന് കോൺട്രാസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പോസ്റ്റ് കോൺട്രാസ്റ്റ് പ്രൊസീജിയർ കഴിയുമ്പോൾ പേഷ്യൻറ്റിനോട് ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറയണം, യൂറിന് വഴി എലിമിനേറ്റ് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പ്രൊസീജിയർ വേറൊരു കാര്യം ചെക്ക് ചെയ്യാനുള്ളത്, നമ്മൾ പേഷ്യൻറ്റിനോട് ആ കോൺട്രാസ്റ്റിന് അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സീ ഫുഡ്സ് അല്ലെങ്കിൽ അയഡിൻ അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സീ ഫുഡ്സിനകത്ത് അയഡിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട്. ഓക്കെ. സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ. ബൈ ബൈ.